അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തുസ് സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമലാ. അല്ലാഹു തആല അല്ലാഹു ഇഷ്ടപ്പെടുന്ന ദീനും ദുനിയാവും നമുക്ക് നൽകട്ടെ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ബാപ്പമാര് മുഴുവനും കുടുംബങ്ങൾ അരക്ഷിതമായി. നിക്കാഹിന്റെ വില പോലും ഇന്ന് നഷ്ടപ്പെട്ടു. നിക്കാഹിന് പോലും ഇന്ന് വിലയില്ല. എന്തുകൊണ്ട്? ഈ ഉസ്താദ്മാരൊക്കെ നിക്കാഹിന്റെ സദസ്സിൽ നിക്കാഹിന്റെ ഖുതുബ ഓതും. നിക്കാഹ് നടത്തുമ്പോൾ സവൈതുക വഅൻകതുക എന്ന് പറയുന്നതിന് മുമ്പ് ഒരു ഖുതുബ ഓതും. എന്തായാലും ആ ഖുതുബയിൽ പറയുന്നത്? ഖുതുബയിൽ പറയുന്ന ഒരു ഹദീസ് കേട്ടോ. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, തനാകഹു തനാസലു, നിക്കാഹ് ചെയ്തോളൂ. നിങ്ങളെല്ലാവരും കുട്ടികൾ ഉണ്ടാക്കണം, നിക്കാഹ് ചെയ്യണം, എല്ലാവരും വിവാഹം ചെയ്യണം. ഫഇന്നഹു അഗളു ലിൽ ബസ്വരി വഅഹ്സനു ലിൽ ഫർജി. നിക്കാഹ് വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അത് കണ്ണിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ഗുഹ്യസ്ഥാനത്തിന് അത് വലിയ സംരക്ഷണവും നൽകുമെന്ന് ഹബീബായ നബി. ഇതാണ് നിക്കാഹിന്റെ അന്തരാർത്ഥം എന്ന് പറയുന്നത്. ഫഇന്നഹു അഗളു ലിൽ ബസ്വരി വഅഹ്സനു ലിൽ ഫർജി. കണ്ണിനെ അത് നിയന്ത്രണം ഏർപ്പെടുത്തും. കണ്ണ് വല്ലാതെ പുറത്തേക്ക് പോകില്ല. പിന്നെയോ വഅഹ്സനു ലിൽ ഫർജി, അത് കണ്ണിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ഗുഹ്യസ്ഥാനത്തിന് അത് വലിയ സംരക്ഷണം നൽകുകയും ചെയ്യുമെന്ന് ഹബീബായ നബി. മുഅ്മിനീങ്ങളെ, നീട്ടുകയില്ല. നിങ്ങൾ ചിന്തിക്കണം. എന്തുകൊണ്ട്? ഒരാൾ ഒരു കല്യാണം കഴിച്ചു, അവന്റെ അവന്റെ കൂടെ ഉണ്ടായാൽ വേറൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരില്ല. ആ പെണ്ണിന് വേറൊരാണിനെ പറ്റിയും ചിന്തിക്കേണ്ടി വരില്ല. ഒരു കൂടെ ജീവിക്കുന്നവരാ, പരസ്പരം ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നവരാ. മനുഷ്യന് ശാരീരികമായ ആവശ്യങ്ങൾ ഉണ്ടാവും, അത് നിർവഹിക്കപ്പെടുകയാണ്. അപ്പോൾ പിന്നെ കണ്ണ് നിയന്ത്രിക്കപ്പെടുകയും ഗുഹ്യസ്ഥാനം സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതാണ് വലിയ വിഷയവും. അതാണ് വലിയ വിഷയം. കണ്ണ് വല്ലാത്ത സാധനം. ഇബ്ലീസിന്റെ അമ്പുകളിൽ ഇബ്ലീസിന്റെ വിഷത്തിൽ ഊട്ടിയ അമ്പാണ് നോട്ടം എന്ന് ഹബീബായ നബി. ഒരു അന്യ പുരുഷനെ ഒരു പെണ്ണോ ഒരു അന്യ പെണ്ണിനെ ഒരാണോ നോക്കൽ ഏറ്റവും വലിയ ഇബ്ലീസ് അതുവഴി കണ്ണിൻ്റെ ഉള്ളിലേക്ക് കയറി വരും. ചിന്തിക്ക്, പടച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ. വല്ലാത്ത കുഴപ്പ. ഒരു എണ്ണ കൂടുതലുണ്ട് കൂടെയുണ്ടായാൽ അവന് പ്രാപിക്കാൻ കഴിയുന്ന ഒരു എണ്ണ കൂടെയുണ്ടായാൽ ആ എണ്ണ അവന്റെ കണ്ണിന് സുരക്ഷിതത്വം നൽകും, നിയന്ത്രണം നൽകും. ഹബീബായ നബി പറഞ്ഞു, നീ അവിചാരിതമായി ഒരു അന്യ പെണ്ണിനെ കണ്ടുപോയി, ആ പെണ്ണിനെ കണ്ടപ്പോൾ നീ അത്ഭുതപ്പെട്ടു എങ്കിൽ നീ നിന്റെ കുടുംബത്തിലേക്ക് പോകണം. നബി പറഞ്ഞു, നീ വേഗം വീട്ടിൽ പോകണം. ഒരന്യ പെണ്ണിൽ നിനക്ക് അത്ഭുതം തോന്നിയാൽ, നീ അറിയാൻ അവിചാരിതമായി ഒരു അന്യ പെണ്ണിനെ കാണുകയും ആ പെണ്ണിനെ കുറിച്ച് നിനക്ക് താല്പര്യം തോന്നുകയും ചെയ്താൽ ഉടനെ നീ നിന്റെ വീട്ടിലേക്ക് പോകണമെന്ന് മുസ്തഫ നബി പറഞ്ഞിരിക്കുന്നു. എല്ലാം ചിന്തിക്കണം കേട്ടോ. കാര്യമായതുകൊണ്ടും വിഷയമായതുകൊണ്ടും ഇതിൻ്റെ അപ്പുറം ഒരു മർമ്മ ഉണ്ടായതുകൊണ്ടും ഞാൻ പറയാൻ നിർബന്ധിതനായതുകൊണ്ട് പറയാൻ ഒരു ഇൽമ മറച്ചു വെക്കാൻ പാടില്ലല്ലോ. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ചിന്തിക്കണം. ഇത് പറഞ്ഞ വിഷയം മനസ്സിലാക്കണം. കാരണം അവന്റെ കൂടെ അവന്റെ ഇണയുണ്ട്, അവളെ കൂടെ അവനും അവന്റെ കൂടെ അവളുമുണ്ട്. ഇത് വിവാഹം ചെയ്ത് തന്നെ വിസ കൊടുക്കാൻ പൈസ കമ്മിയായപ്പോഴാണ്. ഇനി അവന് അറബിക്ക് നല്ല മനസ്സുണ്ടായ 2 കൊല്ലം കഴിഞ്ഞാൽ അടിച്ചു തരും.
ഗൾഫ് നല്ലതല്ലാന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല, നല്ലതാണെന്നും അഭിപ്രായമില്ല. ഏതായാലും ആധുനിക സമൂഹം ദുനിയാവിനെ തെരഞ്ഞെടുത്തപ്പോൾ അള്ളാഹു അവർക്ക് നൽകിയ ശിക്ഷയായിരിക്കും ഗൾഫ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദുനിയാവിനെ തെരഞ്ഞെടുത്ത ജനതക്ക് കിട്ടിയ ശിക്ഷയാണ് ഗൾഫ്. ഇത് നോക്കൂ നിങ്ങൾ, ഇതിനേക്കാൾ ഇതിപ്പോ 10-25 കൊല്ലം അല്ലേ ഗൾഫിലായിട്ടുള്ളൂ. ഇന്നിപ്പോ ഗൾഫില്ലാതെ ജീവിക്കാൻ കഴിയാതെ. എന്നാൽ ഇതേ മലബാറിലും കേരളത്തിലും നമ്മളെ പൂർവ്വപിതാക്കന്മാർ കൃഷി കൊണ്ട് മാത്രം ജീവിച്ചിരുന്നു. കൃഷിക്ക് അല്ലാഹു തആല ബർക്കത്ത് കൊടുത്തിരുന്നു. അവരൊക്കെ 10-14 കുട്ടികളും. നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? നിങ്ങൾക്ക് പറ്റണ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോളി. പറ്റാത്ത പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കണ്ട. നിങ്ങൾക്ക് പറ്റാത്താണ് ഈ പറഞ്ഞതെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാനത് പറയാൻ നിർബന്ധിതനാണ്. അതുകൊണ്ട് ഞാൻ പറയാം. എനിക്ക് പറയാൻ പറഞ്ഞാൽ ഞാൻ കണ്ടെത്തുന്ന പരിഹാരമല്ലേ ഞാൻ പറയേണ്ടുള്ളൂ. നിങ്ങൾക്ക് തോന്നിയാൽ എനിക്ക് പറഞ്ഞാൽ എൻ്റെ വയറിലാവില്ല. നിങ്ങളെല്ലാം ഈ പറഞ്ഞത് മനസ്സിലാക്കണം. കാര്യത്തിനൊരു പരിഹാരം വേണ്ടേ? പരിഹാരം ഞാൻ പറയാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ല മോനെ, ഈ കേരളം ഉണ്ടായിട്ട് ഇപ്പം എത്ര ഇല്ലേ? കേരളം ഉണ്ടായിട്ട് എത്രയോ കൊല്ലം. ഗൾഫ് ഉണ്ടായിട്ട് 25 കൊല്ലം. ഇന്നിപ്പോ ഗൾഫില്ലാതെ നമുക്ക് ജീവിക്കാൻ നിങ്ങളിൻ്റെ ഒപ്പം ഉണ്ടാ? ഇന്നിപ്പോ ഗൾഫില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയൂല. നമ്മളെ ഭൂമിക്ക് വെള്ളം കഴിയും. ഭൂമി, കേരള ഭൂമിയിൽ നിന്ന് പൗതി ഭൂമി കടലിന്റെ അടിപ്പെട്ടോ? അല്ല, ഉണ്ടായോ? ഇല്ല. പിന്നെയും പല മലയും നമ്മൾ തുരന്ന് ഇങ്ങോട്ടാക്കിച്ചേ ഉള്ളൂ. ഒരു കാലത്ത് ഒന്നിനും പറ്റാത്ത മലയൊക്കെ എന്തിനും പറ്റാവുന്ന കോലത്തിലാക്കി. ഭൂമി പരമാവധി നമ്മൾ വികസിപ്പിച്ചെടുത്തു. ഇനി കുടുംബത്തിന്റെ കാര്യം പറയാം. എന്റെ വല്യമ്മ 14 പ്രസവിച്ചിട്ടുണ്ട്. എന്റെ അമ്മ 9 പ്രസവിച്ചിട്ടുണ്ട്. എന്റെ ഭാര്യ 9 പ്രസവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ധൈര്യമുള്ള 50 വയസ്സിന്റെ താഴെയുള്ള ആണുങ്ങളുണ്ടെങ്കിൽ ഒന്ന് എണീക്കി. ഒന്നെണീക്കി. ഈ മണ്ണിൽ ഈ 10 തെങ്ങ് കൊണ്ട് നമ്മളെ പാപ്പാരും വല്യാപ്പാരും 14-15 കുട്ടികളുണ്ടായി. അവരൊക്കെ കല്യാണം കഴിച്ചു. റായത്തായി കടലില്ലാതെ ജീവിച്ച് ഹജ്ജിന് പോയി വന്ന് റായത്തിൽ മരിച്ചുപോയി നമ്മളെ പാപ്പാരും വല്യാപ്പാരും. ഇതല്ലേ? ഒന്ന് പറഞ്ഞേക്ക് മനുഷ്യന്മാരുണ്ടാകില്ലേ? ഇല്ല, നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇല്ലാതെയാവും. നിങ്ങളിപ്പോ തൽക്കാലം ആരും പറയണില്ല, അതിനിപ്പോ നമ്മൾ മുണ്ടണ്ട. നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇല്ലാതെയാവും. ഇവിടെ ഇല്ലേ? അത് ചിന്തിക്ക്. ഈ ഭൂമി ഇപ്പോഴും ഉണ്ട്, വെള്ളം കയറിയിട്ടില്ല, അറബിക്കടലിൽ ഇങ്ങോട്ട് കയറിയിട്ടില്ല. പിന്നെയും കുറെ അറബിക്കടലിൽ കുറെ മലയൊക്കെ തുരഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് എടുത്തു പോകും. എന്നിട്ട് നമുക്ക് മതിയാണില്ല. എൻ്റെ അല്ലാഹു തആല ആയിഷിന്റെ ബറക്കത്ത് എടുത്തു പോയി. ആയിഷിനൊരു ബറക്കത്ത് ഉണ്ടായിരുന്നു, അതെടുത്തു പോയി. അതെപ്പോഴാണ് ആയിഷിന്റെ ബറക്കത്ത് പോവുക? നിങ്ങൾ വയല് കേൾക്കണില്ലേ? എപ്പോഴാണ് ആയിഷിന്റെ ബറക്കത്ത് പോവുക? ഇദാ അസ്റ അബ്ദുൻ ദുനിയാഹു അലാ ആഖിറതി. ദുനിയാവിനേക്കാൾ ആഖിറത്തിനേക്കാൾ ദുനിയാവിന് പ്രാധാന്യം കൊടുത്താൽ ജഅലല്ലാഹുൽ ഫഖറ ബൈന ഐനൈഹി, കണ്ണിന്റെ മുന്നിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കും. മനസ്സിലായോ? തന്നെ കറക്റ്റ് ഒക്കെ ഇവിടുത്തെ സാമ്പത്തിക ശാസ്ത്രം ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ദുനിയാവ് കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ മുഹമ്മദ് നബിയ. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ദുനിയാവിന് പ്രാധാന്യം കൊടുത്തു. പടച്ചവനെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വആഖിറൽ ഹയാത്ത് ദുനിയ. ഇവിടെ നടണം, ഇവിടെ വലിയ വെമ്മാട് സൗകര്യം കാര്യം അതിനൊക്കെ ഒക്കെ ആശാണ്. അന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമല്ലാന്ന് കരുതണ ആളുകൾ വയലിന് വന്നു. ഈ വയലിന് വന്നു എന്തിനിപ്പോൾ ഇതിന് വന്നു? ഇതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമല്ലാന്ന് പറഞ്ഞ് നടക്കണവർ ഈ കൂട്ടത്തിലുണ്ടാവും.
എന്നോട് എനിക്ക് പറയാനുള്ളത്, എന്നാ നീ ഈമാൻ കിട്ടി മരിക്കുക എന്നുള്ളത് നിനക്കും നിൻ്റെ മക്കൾക്കും നീ പറഞ്ഞിട്ട് കാര്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പറഞ്ഞേക്ക്. എന്നിട്ട് ജിമെല്ലെ പോയിക്കോ. ഞാനും കൂടി കൂട്ടി പറഞ്ഞതാ. അതൊന്നും ഇനി പറയുമ്പോൾ